ദീപം ദീപം ദീപം. കഴിഞ്ഞ പല ദിവസങ്ങളായി അറിഞ്ഞോ അറിയാതെയും ഞാൻ അവരുടെ പിന്നാലെയുണ്ട്. മനസ്സിലായി, എല്ലാം എനിക്ക് മനസ്സിലായി. ഇനി എനിക്ക് പ്രവർത്തിക്കണം. ഇതാണ് ശരിയായ സമയം. ആ പണം തിരികെ കിട്ടാൻ അച്ഛൻ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇന്നലെ വിളിച്ചപ്പോഴും ചിന്നുവിന്റെ അച്ഛൻ ചോദിച്ചു, വയ്യാണ്ടിരിക്കുന്ന അച്ഛനെ എങ്ങും പറഞ്ഞു വിടണ്ടെന്നാ ചേട്ടൻ പറഞ്ഞ്. അച്ഛൻ ഇനി എങ്ങും പോകണ്ട, പോലീസിലും പരാതി കൊടുത്തിരിക്കല്ലേ, അവര് കണ്ടുപിടിക്കും. കണ്ടുപിടിച്ചു, നിന്റെ അച്ഛനെ എല്ലാം കണ്ടുപിടിച്ചു. ഈ അച്ഛന് അതിന്റെ ഉത്തരവാദിത്വം ഉണ്ട് മോളെ. സത്യത്തിലൊരു കയ്യബദ്ധം നിനക്കും പറ്റിയില്ലേ? അതാണ് എൻ്റെ വിഷമം. ഈ കുട്ടമ്പിള്ള സാറ് അവന്മാരോട് പറഞ്ഞു അങ്ങനെ ആയിപ്പോയി. ഞാൻ വച്ചകാലം ഒരിക്കലും പിന്നോട്ട് എടുത്തിട്ടില്ല. ഞാനത് തെളിയിക്കും, എല്ലാം തിരിച്ചു പിടിക്കും. അവൻ വന്നിരുന്ന് കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞു എന്നറിഞ്ഞപ്പോ എന്റെ മനസ്സ് നൊന്തു. അല്ലെങ്കിൽ തന്നെ ഞാൻ ഐസ് പോലെ അലിയുന്ന ആളാ അല്ലേ? കൊച്ചാട്ടൻ പറയും പോലെ അവൻ കാല് പിടിച്ചു കരഞ്ഞു എന്ന് പറയുന്നൊന്നും ഞാൻ വിശ്വസിക്കില്ല. അല്ലല്ല, എന്റെ നാത്തൂനെ ഞാൻ അതിശയിച്ചു പോയി. നളിനി പറയുന്നതേ ഇപ്പൊ എപ്പോഴും ഫോൺ വിളിയാന്ന. അതും ഞാൻ വിശ്വസിക്കില്ല. എന്നാ ഇപ്പൊ പറയുന്നു വിശ്വസിക്കുവോ? നോക്ക്, ഇതിൽ 50 ലക്ഷം രൂപയുണ്ട്. അവൻ കുറച്ചുകൂടി കൂടുതൽ ചോദിച്ചു തോന്നുന്നു. കൊടുക്കാം, ബാക്കിയും കൊടുക്കാം. കൊച്ചാട്ടൻ ഇങ്ങനെയൊക്കെ പറയണത്? സാജന്റെ കല്യാണ കാര്യത്തില് ഒരു പൈസ പോലും ഇവിടെ ആരും മേടിക്കില്ല. കുഞ്ഞുനാളിൽ നിന്റെ തലക്കിട്ട് തരണ പോലെ ഒരു തട്ടങ്ങിട്ട് തരും ഞാൻ. ഇനി അമ്മാവനും അനന്തരവനും തമ്മില് എന്ത് വേണേലും ആയിക്കോ. മോനെ, നിനക്ക് എന്ത് പ്രശ്നം വന്നാലും ഈ അമ്മാവൻട്ടാ, നീ സങ്കടപ്പെടണ്ടാ. നിനക്ക് വേണ്ടി 50 ലക്ഷം അമ്മാവൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ കൊണ്ടുപോടാ, നിന്റെ പ്രശ്നങ്ങൾ തീർക്കടാ. ഒരു മിനിറ്റ്, അതങ്ങ് വാങ്ങിക്കടാ, ബാക്കി ഇവിടെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പൊ അവളെ ആര് കിട്ടും? നീ കിട്ടും? ഇവള് സമ്മതിക്കുവാണെങ്കിൽ അവളെ കൂടി ഞാൻ കെട്ടാം. ഏതായാലും ജീവിതം കട്ടപ്പുറത്താ, എന്നാ പിന്നെ ബഹുഭാരനായിട്ട് അങ്ങ് പോവാലോ. മതിയടാ, ഈ കല്യാണ പ്രശ്നം സോൾവ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമാവും. ഞാനിപ്പോ വരാം. അമ്മാവനൊന്നും വന്നേ. എന്താ ഞാൻ പറഞ്ഞത് തന്നെയാ എന്റെ മോനും പറയാൻ പോകുന്നത്. ഞങ്ങളെ നാത്തൂന്റെ തരം ആൾക്കാരല്ല, കുടുംബക്കാരാ. 25 കൊല്ലം കൊണ്ട് ആങ്ങളെ എനിക്കറിയാം. കൂടെ കിടക്കുന്നവർക്കല്ലേ രാപ്പനി അറിയൂ. നിനക്ക് എത്ര തന്തണ്ടാ നായെ? മാന്യന്മാരെ വീട്ടിൽ വിളിച്ചു വരുത്തി അവമാനിക്കാടാ തെണ്ടി. അവന് ഭ്രാന്ത. എവിടെയെങ്കിലും കൊണ്ട് ഈ ചങ്ങലക്കിട്. എന്റെ വീട്ടിൽ വന്ന് ഭാര്യയോടും മോളോടും കാലു പിടിച്ച് കെഞ്ചി പറഞ്ഞത് ഏതോ തെറ്റിദ്ധാരണയുടെ പുറത്താണത്രേ. അവൻ എന്റെ പണവും വേണ്ട, കല്യാണവും വേണ്ട അത്രേ. വേണ്ട വേണ്ട, ഇറങ്ങടി. നമുക്ക് ഈ ചെറ്റകളായിട്ടുള്ള ഒരു ബന്ധവും വേണ്ട. പോ. വാടി. ഇനി വീട്ടിൽ ഞാൻ കാലുകൊണ്ടില്ല. എന്റെ മകന് സ്ത്രീധനം കൊടുക്കണമെന്ന പണമല്ലോ അത്. താഴെ വെക്കണോ? വിശാലം, പെട്ടി എടുത്ത് അകത്ത് കൊണ്ടുപോയ്ക്കേ. ആ പണം നമുക്ക് വേണോ? വേണം, ഞാനാ തീരുമാനിക്കുന്നത്. അത് നീ തന്നെ എടുക്കാൻ വേണം. മാറ നാത്തൂനെ. എടി പൊട്ടി വിശാലാക്ഷി, ഇത് നിന്റെ പണമാ, നിനക്ക് അവകാശപ്പെട്ട പണം. എല്ലാരും കേട്ടോളൂ, ഈ കൊച്ചു പൊന്ന ഗോവിന്ദന്റെ ഞാനൊന്നും പറയുന്നില്ല. വിശാലത്തിന്റെ അമ്മയുടെ വക കേസ് കിടന്നൊരു പറമ്പുണ്ട്. ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയായിട്ട് കളിച്ച കേസിന്റെ റൂട്ട് മാറ്റി അതിനെ സ്വന്തം പേരിലാക്കി കിട്ടിയ കാശ് മുഴുവൻ വിഴുങ്ങി. പണ്ട് കൃഷ്ണൻ അവല് വിഴുങ്ങിയ പോലെ. ഇതിനകത്ത് 25 ആണെങ്കിൽ ബാക്കി 75, ഇതിനകത്ത് 50 ആണെങ്കിൽ ബാക്കി 50. ഞാൻ ആളെ അയക്കും, കൊടുത്തയച്ചോണം. മക്കളെ, എന്റെ പുറകെ പോലീസ് ഉണ്ടോ? അച്ഛൻ പോവാ. അന്നത്തെ കാറിന്റെ അതേ മോഡലല്ലേ? അതും 72 മോഡലായിരുന്നു. മോഡലൊക്കെ അത് തന്നെ, പക്ഷെ കളർ വേറെയല്ലേ? കളർ മാറ്റാൻ എവറസ്റ്റ് കീഴടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പെയിന്റും ബ്രഷും ഉണ്ടെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് മാറ്റാം. അത് കറക്റ്റ്. ഇവിടെ തനിക്കൊക്കെ നൈറ്റ് ഡ്യൂട്ടിക്ക് വരാതിരുന്നൂടെ? വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ. സാറേ, നമുക്ക് ഈ ജോക്കർ വണ്ടി മുഴുവനായിട്ടൊന്ന് പരിശോധിച്ചാലോ?
ഇവിടെ ഇതിവിടെ കുറെ നാളായിട്ട് പൂട്ടി കിടക്കുന്ന വണ്ടിയാ. ഇനി പരിശോധിച്ച് അടങ്ങുമെന്നുണ്ടെങ്കിൽ സാറ് പോയി പരിശോധിച്ചോ, ഞാനിവിടെ നിന്നോളാം. മണ്ടത്തിലായിപ്പോയല്ലേ? പിന്നല്ലാതെ. അയ്യോ സാറേ, പ്രേതം ഓടിക്കോ! ചാക്കോച്ചാ, ഇനിയിപ്പോ എന്ത് ചെയ്യും? പറഞ്ഞത് കേട്ടില്ലേ? ഓടിക്കോളാൻ. എന്നാ വിട്ടോ. ഓ, അടങ്ങപ്പാ. ഓടിച്ചിട്ട് പിടിക്കണോ അവരെ? BP, ഷുഗർ, കൊളസ്ട്രോൾ ഇത് മൂന്നിന്റെ അവകാശിയാണ് ഞാൻ. എനിക്ക് പൈൽസും. എന്നാ സാർ ഒട്ടും ഓടണ്ട, എനിക്കത് താങ്ങാൻ വയ്യ, അതുകൊണ്ടാ. നീ വന്നേ. എന്തോ പറയാനാ സാറെന്തിനാ അന്നെ പുറത്തിട്ട് അടിക്കുന്നത്? എന്റെ ചെകിട്ടത്തിന് അടിക്കണോ? വേണ്ട, അത് പാടില്ല. താൻ പറഞ്ഞു ഒന്ന് അനുസരിച്ചിരുന്നെങ്കിൽ എന്റെ പ്രമോഷൻ പോയി. ഇല്ല സാറേ, സാറിന് പ്രൊമോഷൻ പോകത്തില്ല. സാറിന് പ്രൊമോഷൻ കിട്ടും. ആണോ? ഡീ പ്രൊമോഷൻ. കുറച്ചുകൂടെ ആഞ്ഞു ശ്രമിച്ചാൽ ഡിസ്മസൽ. ആ 50 രൂപ 25 ചേർത്താൻ കൊടുക്കാലോ. 25 കൊടുക്കാൻ പറ്റൂ, 50 എടുക്കുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഒരു തീരുമാനം എടുക്ക്. ഒരു 50 വെച്ചോണ്ട് വെറുതെ. ഞാൻ എന്തായാലും എന്റെ ഡാഡിയോട് പറഞ്ഞ് എന്റെ ഷെയർ വാങ്ങി കുറച്ചെങ്കിലും ജാനയ്ക്ക് കൊടുക്കാൻ പോവാ. അപ്പൊ നിന്നെ കിട്ടുന്നൊരു ഡവറി കൊടുക്കണ്ടേ? എന്നെ കെട്ടാൻ നിനക്ക് ഡൗറി വേണോ? വേണോടാ? അല്ല, എങ്കിൽ കേട്ട് ഇപ്പൊ ഇവിടെ വെച്ച് നിൽക്കും. ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നെങ്കിൽ നിന്റെ കെട്ട് മാത്രല്ല എല്ലാ കെട്ടും നിൽക്കും. നമ്മളുമായിട്ട് ഡീലുള്ള എല്ലാരെയും ഞാൻ വിളിച്ചു. ആ ജോസ് പറഞ്ഞത് 3 മാസത്തെ സമയാ. 25 വരെ ഞാൻ ചോദിച്ചു. ഒരു എളുപ്പ വഴിയുണ്ട്. ത്രിമൂർത്തികൾക്ക് പോയി മത്സരിച്ച് അഴിയണം. ജയിലിൽ ഈ ടീം ഒന്നായിരിക്കണം. അക്കാര്യം ഡാഡി ഇത് തുടങ്ങുമ്പോഴേ പറഞ്ഞതാ. 3 prisoners. ജാനകി, ഹായ്. നിങ്ങൾ ഈ രഹസ്യമായിട്ട് ആലോചിക്കുന്ന കാര്യം എന്താന്ന് എനിക്കറിയാം. അല്ല, ആരെയും ബുദ്ധിമുട്ടിക്കുന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പിന്നെ പണത്തിന്റെ കണക്ക് പറയുന്നത് അല്പം പതുക്കെ ആയേക്കൊള്ളാം. നിങ്ങളുടെ തർക്കം കേൾക്കാൻ വെളിയിൽ ക്യൂ നിൽക്ക. അല്ലെങ്കിൽ തന്നെ കാശ് മുഴുവൻ എവിടെ നിന്ന് അടിച്ചു മാറ്റിയതാന്നാ പറയുന്നത്. നാട്ടുകാര് പറയുന്നതാ കേട്ടോ. എനിക്കിനി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഞാൻ സത്യം. സാജ, അതാ ഞാനും പറയുന്നേ. നിന്റെ വീട്ടിൽ ചെന്ന് രൂപ എടുത്ത് അവളുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് പറയാം. ആ പൈസ എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അത് നിന്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ട തന്നെയല്ലേ? ശരി, നിങ്ങൾ നിൽക്ക്, ഞാൻ പോയി എടുത്തോണ്ട് വരാം. അമ്മേ, അമ്മേ, അമ്മയ്ക്ക് ഇതെന്ത് പറ്റി? അച്ഛനെ പോലീസ് പിടിച്ചോ? എങ്കിൽ വേണ്ടിയില്ലായിരുന്നല്ലോ. അങ്ങനെയെങ്കിലും ഒരു സമാധാനം ഉണ്ടായേനെ. എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സവിതേച്ചിയും ഭർത്താവും വന്നിരുന്നു. നിങ്ങളുടെ കയർച്ച കണ്ടപ്പോ ഞാനും പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള വഴി കഴിക്കും. ഇപ്പൊ കൈ കാശൊന്നുമില്ല. ഇനി മുടക്കിയ പണം തിരിച്ചു വരണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും കാക്കണം. അപ്പൊ പോയി, ആകാശം പോയി. അവര് വന്നപ്പോ അമ്മയ്ക്ക് ഒന്ന് ഫോൺ ചെയ്തുകൂടായിരുന്നോ? നമ്മൾ ഇനി എന്ത് ചെയ്യും? പൈസ പോയത് നേരാ, പക്ഷെ അത് കൊണ്ടുപോയത് സവിതയൊന്നും അല്ല. 1 മണിക്കൂർ മുമ്പ് വന്നിരുന്നെങ്കിൽ നല്ലൊരു കളരിപ്പയറ്റ് ഇവിടെ കാണാമായിരുന്നു. ഇരുപത്തഞ്ച് വർഷം രാവും പകലും ഇല്ലാതെ ഉറപ്പൊഴിച്ച് കടം വാങ്ങിയും പലിശ കൊടുത്തും കേസ് നടത്തുണ്ടാക്കിയ പണം ഇതങ്ങനെ ആർക്കും വിട്ടുകൊടുക്കില്ലടാ. 25 വർഷം നിന്റെ പെങ്ങളെ സഹിച്ചത് എനിക്ക് കിട്ടേണ്ട പണം ഇത്. ഇതല്ല മുഴുവൻ കിട്ടണം. അയ്യോ, എന്നിട്ട് അച്ഛൻ എവിടെ പോയി? അവിടെയും കണ്ടൊരു പോലീസ് വണ്ടിയുടെ ഹോൺ കെട്ടെന്നും പറഞ്ഞ് ഇടികൊണ്ട് വയ്യെങ്കിലും എടുത്തിയാടി ഓടി. സവിതയെ ഞാൻ വഴക്കൊന്നും പറഞ്ഞില്ല. കൊച്ചെന്റെ കാലിൽ വീണ് കുറെ കരഞ്ഞു, മാപ്പെന്നൊക്കെ പറഞ്ഞു. 3-4 മാസം ഒരു ചെക്കന്റെ കൂടെ കഴിഞ്ഞ പെണ്ണിനോട് അവനെ കളഞ്ഞിട്ടേക്ക് വാടിയെന്ന് പറയുന്നത് ശരിയാണോ? ഇനി എന്ത് ചെയ്യും? ജാനകിയോട് എല്ലാം പറയാം. എനിക്ക് വയ്യ, നിങ്ങൾ പറഞ്ഞോളൂ. ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്, അത്യാവശ്യമായിട്ട് കാണണം. അതൊന്ന് ഓഫീസിൽ വെച്ച് വേണ്ട എന്നൊക്കെ പറഞ്ഞ് വിളിപ്പിച്ചിട്ട് 3 പേരും മത്സരിച്ച് മൗനവ്രതം എടുക്കാണോ? ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറ, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി നല്ലൊരു കാപ്പിയെങ്കിലും വാങ്ങിത്താ. ജാനു, എല്ലാം പറയേണ്ട സാജന. പക്ഷെ അവനത് പറയാൻ മടിയാ. അതൊക്കെ വെറുതെ പറയുന്നതാ. ഓരോ മെസ്സേജും കാണണം. ഭയങ്കര റൊമാൻറ്റിക്കാ. ഒരു പെണ്ണിനെ ലൈനാക്കി വെച്ചിട്ട് അവളെ കല്യാണം കഴിക്കാൻ പോകാന്ന് പറയാൻ എന്തിനാ മടി? എങ്കിൽ പറയണ്ട, സാജനും പറയണ്ട, മറ്റു 2 മൂർത്തികളും പറയണ്ട. ആ കുട്ടി ഇന്നലെ എന്നെ വിളിച്ചിരുന്നു.
സാജന്റെ ആ പഴയ നളിനി എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്തെന്നും ആ കുട്ടി എന്നോട് പറഞ്ഞു. ജാനകി, ഞങ്ങൾ പറയാൻ വന്ന അതല്ല. എൻ്റെ വീട്ടിലെ പ്രശ്നമല്ലേ, ആ കാശിന് കിട്ടുമെന്ന് തോന്നുന്നില്ല. അത് കിട്ടിയവരതുകൊണ്ട് സുഖമായി ജീവിക്കട്ടെ. ഇപ്പോൾ എൻ്റെ വീട്ടിലെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് എൻ്റെ വിവാഹമാണ്. ഒരുപാട് പണമുള്ള ഒരു മനുഷ്യന് കൂടിയുള്ള ജീവിതം, അതൊരു പക്ഷേ എൻ്റെ കുടുംബത്തിന് വലിയൊരു സഹായമാവും. അത് മാത്രം മതി. അമ്മേ, എന്താ അമ്മേ ആർക്കൊരു സന്തോഷമില്ലാത്തത്? എന്റെ മോളൊരുങ്ങാൻ ഒത്തിരി നേരം എടുത്തു. നീ ഒരുപാട് സന്തോഷത്തിലാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. പക്ഷെ ആ സന്തോഷം ഞങ്ങൾക്കാർക്കും ഇല്ല മോളെ. ചേച്ചി ഇനി ആ ഓഫീസിൽ പോണ്ട. അയാൾ ചേച്ചിയെ കെട്ടുവും വേണ്ട. രാവിലെ മുതൽ മൂളിപ്പാട്ടും പാടി നടക്കണം. നിന്നോടത് പറയാൻ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാ. അപ്പുറത്ത് മുത്തച്ഛൻ്റെ കൂടെ ഒരാൾ ഇരിപ്പുണ്ട്. മോളങ്ങോട്ട് ചെല്ല്, അദ്ദേഹം എല്ലാം പറയും. മോളെ, ഇദ്ദേഹം ചില കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. അതൊന്നും സത്യമാവരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ സത്യമാണ് മോളെ, എല്ലാം സത്യമാണ്. നിങ്ങൾ വിറ്റ വീടും പറമ്പും വാങ്ങിയത് എൻ്റെ മകളാണ്. 1.5 കോടി രൂപയും അവൾ തന്നു. പക്ഷേ അത് നിങ്ങളുടെ കയ്യിൽ എത്തിയില്ല. എല്ലാം ഒപ്പിട്ടെങ്കിൽ വന്നോളൂ. സബ് രജിസ്ട്രാർ പോകാൻ ധൃതി കൂട്ടുന്നു. എന്നാ അമ്മാവനും ചേച്ചിയും ചെന്നോളൂ. പണം വാങ്ങിയില്ല. മൊത്തം കാശ് ഇതിലുണ്ട്. ഇതിനെ എണ്ണിയൊക്കെ നോക്കണ്ടേ? ഞാൻ വാങ്ങിച്ചു വെച്ചോളാം, നിങ്ങൾ പോയിക്കോ. മാഡം കൂടി അകത്തേക്ക് ചെല്ലണം. വാങ്ങുന്നവരും വിൽക്കുന്നവരും വേണമല്ലോ. ബാക്കി സംഭവിച്ചതെല്ലാം നിങ്ങൾക്കറിയാമല്ലോ. പക്ഷേ മോൾക്ക് അറിഞ്ഞുകൂടാത്ത ഒന്നുണ്ട്. നിങ്ങളുടെ പണം ചെന്നെത്തിയത് മോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്കാണ്. അങ്ങനെ പറയുന്നതല്ല ശരി. ആ കാശുകൊണ്ടാ സാജൻ ബിസിനസ് തുടങ്ങിയത്. നിന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞതിന്റെ പിന്നിലും എന്തോ ചതി കാണും. വീട് ഞങ്ങൾക്ക് സ്വന്തമായെങ്കിലും മനസമാധാനം എന്നൊന്നില്ലായിരുന്നു. നിങ്ങളുടെ കണ്ണുനീര് മാത്രമായിരുന്നു എൻ്റെ ഓർമ്മകളിൽ. അങ്ങനെ ഞാൻ മനസ്സിലുറപ്പിച്ചതാണ് ഇത് കണ്ടുപിടിക്കാൻ. ഇനി വൈകിച്ചുകൂടെ, നമുക്ക് പോണം. അവരെ 3 പേരെയും പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. ഇന്നെന്താ ഓഫീസ് അവധിയാണ്? ഇന്നല്ല സാറേ, 2 ദിവസമായിട്ട് പ്രശ്നങ്ങളാ. ഈ 3 പിള്ളേരും ശരിയല്ലെന്നാ ഇപ്പൊ ആളുകൾ പറയുന്നത്. പൈസ എവിടെന്നോ പിടിച്ചു പറിച്ചതാണെന്നോ കട്ടതാണെന്നോ ഒക്കെ കേൾക്കുന്നത്. ഇന്നലെ വക്കീലന്മാരും പിന്നെ ആരൊക്കെയോ. ഞാൻ പുറത്തുള്ള ആളല്ലേ, അതുകൊണ്ട് വ്യക്തമായി ഒന്നും മനസ്സിലായില്ല. അകത്തെ ജോലിക്കാർ പറഞ്ഞതിന്ന് മനസ്സിലായത് കമ്പനി പൂട്ടിയെന്നാണ്. സാറേ, 3 കൂടി മുങ്ങിന്നാ പറയണേ. വന്നു. നമ്മൾ വൈകിപ്പോയി, എല്ലാം കൈവിട്ടു. കുട്ടമ്പിള്ളിയുടെ ശ്രമം ജീവിതത്തിൽ ആദ്യമായി പരാജയപ്പെട്ടു. നിങ്ങൾ എല്ലാവരും എന്നോട് പൊറുക്കണം. ഇപ്പൊ പറഞ്ഞ വാക്കുകൾ അങ്ങ് തിരിച്ചെടുക്കണം. അവരാരും എങ്ങും പോയിട്ടില്ല, ഇവിടെ വന്നിരുന്നു. എന്റെ കുഞ്ഞിനെ കണ്ട് സംസാരിക്കാൻ വന്നതാ. അവരാരും തെറ്റുകാരല്ല കുട്ടമ്പിള്ള സാറേ. 3 പേരും നല്ല പിള്ളേരാ. എന്റെ കുഞ്ഞിനെ അവർക്ക് ജീവനാ. അവര് നടത്തുന്ന സ്ഥാപനങ്ങളൊക്കെ ജാനകിയുടെ പേർക്ക് എഴുതി വെച്ച പ്രമാണങ്ങളായിരിക്കും അവർ. ഞാനതൊന്നും സ്വീകരിച്ചിട്ടില്ല. അവരപ്പുറത്തുണ്ട്.
അങ്ങ് പാട്. കുയിലിന്റെ പാട്ട് കേട്ടോ. ഇതെന്തോടാ ഈ പാട്ടിലടാ നമ്മൾ രണ്ടുപേരും കുഴിച്ചടിച്ചത്. പോടാ.